നാട്ടുംപുറങ്ങളിലെ കളി മൈതാനങ്ങളിൽ മത്സരത്തിനിടെ വീറും വാശിയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റുകൾക്കിടെ കളിക്കാർ തമ്മിലും കാണികൾ തമ്മിലും ചേരിതിരിഞ്ഞ് പോർവിളിയും കയ്യാങ്കളിയും ഉണ്ടാകുന്ന സംഭവങ്ങൾ. എന്നാൽ കാസർഗോഡ് ക്രിക്കറ്റ് കളിക്കിടെ ഉണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചൊരു കേസിലേക്കാണ്. ബദിയടുക്കയിൽ ടൂർണമെൻറ്റിനുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് മാർക്കിനടുക്ക സ്വദേശി സുരേഷിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയടുക്ക പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. കുമ്പടാജെ പഞ്ചായത്ത് പരിധിയിലെ മാപ്പിനടുക്കയിലാണ് യുവാവിനെ പിച്ചാത്തി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. മാർപ്പിനടുക്ക ബദ്രുകുണ്ടുവിലെ കൊറകയുടെ മകൻ സുരേഷ് BK ആണ് മരിച്ചത്. സംഭവത്തിൽ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയടുക്ക പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ഞായറാഴ്ച രാത്രിയോടെ മാർപ്പിനടുക്ക ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന് സമീപത്തായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം കുമ്പടാജെ ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ സുരേഷും പ്രതികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഈ തർക്കത്തെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സംഭവ സമയത്ത് മാർപ്പിനടുക്ക് ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന സുരേഷിനെ ഒന്നാം പ്രതി കിരൺ പിച്ചാത്തി ഉപയോഗിച്ച് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിന് അഖിലേഷ് സഹായം ചെയ്തതായും FIR-ൽ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച സുരേഷ് മാർപ്പിനടുക്കയിലെ ബദ്രുകുഡ്ലു ഹൗസിലെ താമസക്കാരനാണ്. മകൻ സുഭാഷ് B നൽകിയ പരാതിയിലാണ് ബദിയടുക്ക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ ബദിയടുക്ക ഇൻസ്പെക്ടർ RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്.